ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ് 2020 ആണ്. കോവിഡ്-19 ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോവിഡ്-19 ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക. അതുകൊണ്ട് ഒരു ചോദ്യം പോലും കോവിഡ്-19 ബന്ധപ്പെട്ട് വിട്ടിട്ട് പരീക്ഷ ഹാളിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, അപ്പോൾ വിദേശത്തകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി ആണ് ഓപ്പറേഷൻ സമുദ്ര സേതു. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരം കോവിഡ് കവച് എലിസ. ഏതാണ്? കോവിഡ് കവച് എലിസ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആയിരുന്നത് ഏത് ദിവസമാണ്? ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആയിരുന്നത് ഏത് ദിവസമാണ്? ഒരു സൺഡേ ആയിരുന്നു ജനതാ കർഫ്യൂ. ഏതായിരുന്നു ആ ദിവസം? 2020 മാർച്ച് 22. മറക്കരുത്, 2020 മാർച്ച് 22. ഓക്കെ, ഉത്തരം എന്താണ്? 2020 മാർച്ച് 22. നാലാമത്തെ ചോദ്യം, കൊറോണ വൈറസിനെ പ്രതിരോധത്തിനായി ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്നാണെന്നാണ് ചോദിച്ചത്. അതായത് ജനതാ കർഫ്യൂ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ്, അതായത് 2020 മാർച്ച് 24 മുതൽ 2020 ഏപ്രിൽ 14 വരെ. അപ്പോൾ ഒന്നാമത്തെ ലോക്ക്ഡൗൺ, ഇന്ത്യയിലെ ഒന്നാമത്തെ ലോക്ക്ഡൗണിൻ്റെ ഡേറ്റ് മറക്കരുത്. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2020 മാർച്ച് 24 മുതൽ 2020 ഏപ്രിൽ 14 വരെ. അഞ്ചാമത്തെ ചോദ്യം, കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേര്? ഓക്കെ, അപ്പോൾ കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേര്? ഉത്തരം ഓപ്പറേഷൻ നമസ്തേ. എന്താണ്? ഓപ്പറേഷൻ നമസ്തേ. ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ ഏതാണ്? നമസ്തേ. ഓപ്പറേഷൻ നമസ്തേ. ഓപ്പറേഷൻ നമസ്തേ. ആറാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ 50 മില്യൺ ഡൗൺലോഡ് പൂർത്തിയാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഓക്കെ, ആറാമത്തെ ചോദ്യം എന്താണ്? ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ 50 മില്യൺ ഡൗൺലോഡ് പൂർത്തിയാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഉത്തരം ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ. ഉത്തരം എന്താണ്? ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ. ഏഴാമത്തെ ചോദ്യം, കൊറോണ വൈറസ് പ്രതിരോധത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യത്ത് ഐക്യദീപം തെളിയിച്ച ദിവസം? ഓക്കെ, എന്താണ് ചോദ്യം? കൊറോണ വൈറസ് പ്രതിരോധത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യത്ത് ഐക്യദീപം തെളിയിച്ച ദിവസം ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം 2020 ഏപ്രിൽ 5. മറക്കരുത്, 2020 ഏപ്രിൽ 5. എല്ലാവരും ദീപം തെളിയിച്ച ദിവസം എന്നാണ് 2020 ഏപ്രിൽ 5. 2020 ഏപ്രിൽ 5. എട്ടാമത്തെ ചോദ്യം, ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി? പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി? ഉത്തരം ജീവനി സഞ്ജീവനി. എന്താണ്? ജീവനി സഞ്ജീവനി. ഓക്കെ, അപ്പോൾ പഴം, പച്ചക്കറി എല്ലാം ഓൺലൈനായിട്ട് കിട്ടുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ജീവനി സഞ്ജീവനി. ഒമ്പതാമത്തെ ചോദ്യം, ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭിക്കുന്നതിനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതി? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭിക്കുന്നതിനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതി? ഉത്തരം അരികെ. ഓക്കെ, ഹോമിയോ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? വയനാട്ടിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? അരികെ. ഓക്കെ, ഉത്തരം അരികെ. പത്താമത്തെ ചോദ്യം, കൊറോണ വൈറസ് നിയന്ത്രണങ്ങളുടെ കാലത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച വായ്പാ പദ്ധതി?
10ാമത്തെ ചോദ്യം ഒന്നുകൂടെ പറയാം. കൊറോണ വൈറസ് നിയന്ത്രണങ്ങളുടെ കാലത്ത് കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച വായ്പാ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം സഹായഹസ്തം വായ്പാ പദ്ധതി. ഉത്തരം എന്താണ്? സഹായഹസ്തം വായ്പാ പദ്ധതി. 11ാമത്തെ ചോദ്യം, രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആൻറ്റിബോഡി ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന കോൺവലാസെന്റ് സെറ എന്ന ചികിത്സയ്ക്ക് അനുമതി ലഭിച്ച സംസ്ഥാനം? രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആൻറ്റിബോഡി ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന കോൺവലാസെന്റ് സെറ എന്ന ചികിത്സയ്ക്ക് അനുമതി ലഭിച്ച സംസ്ഥാനം? ഉത്തരം നമ്മുടെ കേരളം തന്നെയാണ്. ഓക്കെ, കേരളമാണ് ഉത്തരം. 12ാമത്തെ ചോദ്യം, കൊറോണ വൈറസ് പ്രതിരോധത്തിന് സ്വീകരിച്ച നടപടികളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ പ്രധാനമന്ത്രി? കൊറോണ വൈറസ് പ്രതിരോധത്തിന് സ്വീകരിച്ച നടപടികളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ പ്രധാനമന്ത്രി? ഉത്തരം ഏതാണ്? നരേന്ദ്ര മോദി. ഉത്തരം ഏതാണ്? നരേന്ദ്ര മോദി. 13ാമത്തെ ചോദ്യം, വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറങ്ങാനും തൊഴിൽ ചെയ്യുവാനും അനുവദിക്കുന്ന രീതി? 13ാമത്തെ ചോദ്യം എന്താണ്? വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറങ്ങാനും തൊഴിൽ ചെയ്യുവാനും അനുവദിക്കുന്ന രീതി? ഉത്തരം റിവേഴ്സ് ക്വാറന്റൈൻ. ഉത്തരം എന്താണ്? റിവേഴ്സ് ക്വാറന്റൈൻ. ഓക്കെ, വയസ്സായിട്ടുള്ള ആൾക്കാരെ വീട്ടിലിരുത്തി യുവാക്കളെ ജോലി ചെയ്യാനുള്ള ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് റിവേഴ്സ് ക്വാറന്റൈൻ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ രണ്ടാം ഘട്ട ലോക്ക്ഡൗൺ. നമ്മൾ ഒന്നാം ഘട്ടം പറഞ്ഞു. ഒന്നാം ഘട്ടം എന്തായിരുന്നു? മാർച്ച് 24 മുതൽ ഏപ്രിൽ 14 വരെ. അപ്പോൾ രണ്ടാം ഘട്ട ലോക്ക്ഡൗൺ എന്നായിരിക്കും? ഉത്തരം 2020 ഏപ്രിൽ 15 മുതൽ 2020 മെയ് 3 വരെ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. 2020 ഏപ്രിൽ 15 മുതൽ 2020 മെയ് 3 വരെ. 2020 ഏപ്രിൽ 15 മുതൽ 2020 മെയ് 3 വരെ. ഇതാണ് രണ്ടാം ഘട്ട ലോക്ക്ഡൗൺ. 15ാമത്തെ ചോദ്യം, കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനം? ഇതാണ് ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനം. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനം? ഉത്തരം ഏതാണ്? ഗോവ. ഓക്കെ, ഗോവയിലാണ് ആയുർവേദ ചികിത്സ ആരംഭിച്ചത്. കോവിഡ് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി ഗോവയാണ് ആയുർവേദ ചികിത്സ ആരംഭിച്ച സംസ്ഥാനം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനം? 16ാമത്തെ ചോദ്യം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനം? എല്ലാവർക്കും അറിയാം. ഉത്തരം ഏതാണ്? ഗോവ. ഓക്കെ, ഗോവയാണ് ആദ്യ കോവിഡ് മുക്ത സംസ്ഥാനം. ഗോവയാണ്. 17ാമത്തെ ചോദ്യം, 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? 17ാമത്തെ ചോദ്യം എന്താണ്? ഒരിക്കൽ കൂടി പറയാം. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? ഉത്തരം കൊല്ലം. ഓക്കെ, കൊല്ലമാണ് ഉത്തരം. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ? 18ാമത്തെ ചോദ്യം എന്താണ്? കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ? ഉത്തരം ശ്രമിക്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ കുടിയേറ്റ തൊഴിലാളികളെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിനാണ് ശ്രമിക്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 ടെസ്റ്റ് ബസ് ആരംഭിച്ചത്?
19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. ഉത്തരം എന്താണ്? മഹാരാഷ്ട്ര. ഓക്കെ, ഉത്തരം മഹാരാഷ്ട്ര. അടുത്ത 20ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് പരിശോധനയ്ക്കായി നിരത്തിൽ ഇറക്കിയ വാഹനം? 20ാമത്തെ ചോദ്യം എന്താണ്? പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് പരിശോധനയ്ക്കായി നിരത്തിൽ ഇറക്കിയ വാഹനം ഏതാണ്? ഉത്തരം തിരങ്ക. ഉത്തരം ഏതാണ്? തിരങ്ക. ഓക്കെ, തിരങ്കയാണ് പത്തനംതിട്ട ഭരണകൂടം ഇറക്കിയ വാഹനത്തിൻ്റെ പേര് തിരങ്ക. ഈ തിരങ്കയുടെ അബ്രിവേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. ടോട്ടൽ ഇന്ത്യ റിമോട്ട് അനാലിസിസ് നിരോഗ്യ അഭിയാൻ. ഓക്കെ, ഇതാണ് തിരങ്ക. തിരങ്ക എന്താണ്? ടോട്ടൽ ഇന്ത്യ റിമോട്ട് അനാലിസിസ് നിരോഗ്യ അഭിയാൻ. ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 20 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇനി വീണ്ടും അടുത്ത കുറേ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. Please like and subscribe my channel.